ഹൈ ഫ്രണ്ട്സ്, ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പ്. മേജോ കമ്മ്യൂണിക്കേഷന്റെ 66-ാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം. കയ്യാപ്പാസിനെ കുറിച്ച് ചരിത്രത്തിന്റെ ഏടുകളിൽ അധികമൊന്നും കാണാൻ സാധിക്കില്ല. ബൈബിളിന്റെ ആ ഭാഗത്ത് വരുന്ന ചരിത്രത്തിന്റെ ഏടുകളിലുള്ളൂ. പക്ഷേ ചില പൗരാണിക പുസ്തകങ്ങളിൽ കയ്യാപ്പാസിനെ പറ്റി പല വിധത്തിൽ പറയുന്നുണ്ട്. അതിൽ കയ്യാപ്പാസ് കോഡ് എന്ന പുസ്തകത്തിൽ കയ്യാപ്പാസിന്റെ മരണത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. അതും എഴുത്തുകാരന് നിശ്ചയമില്ല, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരൻ ഇത് പറഞ്ഞിരിക്കുന്നത്. 3 വിധത്തിലാണ് പുള്ളിയുടെ മരണത്തിനെ പറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന്, ഒരു മഹാപുരോഹിതനെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുന്നു. 2, ബെനിഹിനോ മലയിടുക്കിലേക്ക് ചാടി സ്വയം ആത്മഹത്യ ചെയ്തു എന്നും പറയപ്പെടുന്നു. ബെനിഹിനോ താഴ്വര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും കെട്ടടങ്ങാത്ത തീയുള്ള ഒരു പ്രദേശവും അതിൽ തീയിൽ വേകാത്ത പുഴുക്കളുള്ള ഒരു സ്ഥലവുമായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത മരണം സ്വയം തൂങ്ങി ചത്തു എന്നാണ് പറയുന്നത്. എന്തുമായിരിക്കട്ടെ, ഞാൻ ഈ കഥ എന്റെ സങ്കല്പത്തിൽ ചില പൗരാണിക പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്റെ കഥക്ക് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈനി ജോസഫ് കോയമ്പത്തൂർ. ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ, എപ്പിസോഡ് 66, കയ്യാപ്പാസ്. അക്കാലത്ത് റോമൻ സാമ്രാജ്യത്തോട് അഭിനിവേശവും ഓശാനയും പാടിയിരുന്ന 3 ജനവിഭാഗം ജെറുസലേമിലുണ്ടായിരുന്നു. അതിൽ പ്രധാനികൾ സദുക്കയറായിരുന്നു, അതായത് പുരോഹിതന്മാർ. അവരുടെ ഓശാനകൾക്ക് ഒരു കാരണവും ഉണ്ടായിരുന്നു. 9 ഏക്കറിലാണ് അന്ന് ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. ആ ഭാഗത്തേക്ക് റോമൻ ഭരണാധികാരികൾക്ക് പ്രവേശനമില്ല. ഭരണം മുഴുവനും 70 പേരുള്ള സൽഹെദ്രീമിന്റെ കീഴിൽ. അതിന്റെ കീഴിൽ വരുന്നവരാണ് സദുക്കർ, നിയമജ്ഞർ, ഫാരിസയർ. സൽഹെദ്രീമിൻ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സെനറ്റാണ്. ഇവരുടെ കീശ നിറക്കുവാനുള്ള പല നിയമങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നിരുന്നു. 1, ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ റോമൻ നാണയങ്ങൾ നിക്ഷേപിക്കുവാൻ സാധിക്കുകയില്ല. പകരം യഹൂദരുടെ നാണയമായ ദിനാർ മാത്രം. പുറത്ത് അന്ന് ദിനാറിന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. എന്തു വാങ്ങുവാനും കൊടുക്കുവാനും റോമൻ നാണയങ്ങൾ മാത്രം നിലവിലുള്ള കാലം. അതിനാലാണ് ദേവാലയത്തിനകത്ത് നാണയ കൈമാറ്റ കച്ചവടം നടന്നിരുന്നത്. അതുപോലെ ബലിയർപ്പിക്കണമെങ്കിൽ ദേവാലയത്തിലെ കച്ചവടക്കാരിൽ നിന്നും ബലിവസ്തുക്കൾ വാങ്ങണം. അല്ലാത്ത ബലിവസ്തുക്കൾ പുരോഹിതന്മാർ സ്വീകരിക്കുകയില്ല. ഇതിനെതിരായിട്ടാണ് യേശുക്രിസ്തു ചാട്ടവാറിയുയർത്തിയത്. 2, നിയമജ്ഞർ. വലിയ തർക്കങ്ങളും വഴക്കുകളും തീർക്കുന്നത് നിയമജ്ഞരാണ്, അതും ദേവാലയ കോടതിയിൽ വെച്ച്. ആരാണ് കൂടുതൽ പണം നൽകുന്നത്, അത് വാദിയായാലും ശരി, പ്രതിയായാലും ശരി, പണത്തിന്റെ തൂക്കമനുസരിച്ച് നിയമങ്ങൾ വളച്ചൊടിക്കുവാൻ ഇക്കൂട്ടർ എന്നും മത്സരമായിരുന്നു. ഇവന്മാരെയാണ് ഈശോ കുട്ടിക്കാലം മുതൽ വാദിച്ച് തോൽപ്പിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് ഫാരിസയർ, സാബത്തിന് മുൻതൂക്കം നൽകുന്നവർ. സാബത്തിൽ ഒരു ജോലിയും ചെയ്യരുതെന്ന നിയമം തിരുത്തി എഴുതിയ മഹാനായിരുന്നു നമ്മുടെ കർത്താവ്. ഇവരായിരുന്നു യേശുവിന്റെ യഥാർത്ഥ ശത്രുക്കൾ. ഈ സമൂഹത്തിൽ നിന്നും അദ്ദേഹത്തെ എടുത്തു മാറ്റുവാൻ വെമ്പൽ കൊള്ളുന്നവർ. ഗെത്സെമനിയ തോട്ടത്തിൽ നിന്നും യേശുക്രിസ്തുവിനെ നേരെ കൊണ്ടുവന്നത് അന്നാസ് എന്ന മഹാപുരോഹിതന്റെ മുമ്പിലേക്കായിരുന്നു. എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ ക്രൂശിക്കണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അന്നാസിന്റെ ചോദ്യം ചെയ്യലിൽ മരണശിക്ഷയ്ക്കുള്ള ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതിനാൽ അടുത്ത മഹാപുരോഹിതൻ കയ്യാഫാസിന്റെ അടുത്തേക്ക് അയച്ചു. അവിടെയും ചോദ്യം ചെയ്യൽ നടന്നു. പക്ഷേ അവർ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അടുത്ത ചോദ്യം ചെയ്യലിന് വേണ്ടി നേരം വെളുക്കേണ്ടി വന്നു, അതായത് സൽഹൈദ്രീമിൻ എന്ന സെനറ്റിൽ വെച്ച്. അവിടെ വെച്ചാണ് ആ ചോദ്യമുണ്ടായത്. ജോസഫ് വെൻ കയ്യാഫാസ്
ആണ് ആ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ ദൈവപുത്രനാണോ? ഈശോ മറുപടി പറഞ്ഞു, അതെ. അതോടെ കയ്യാഫാസ് വസ്ത്രം വലിച്ചു കീറി ഉച്ചത്തിൽ പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു, ഇവനെ ക്രൂശിക്കുക. ഒരു സമൂഹത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണ് എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് കയ്യാഫാസ് അലറി വിളിച്ചു. അവർ നേരെ പന്തിയോസിന്റെ അരമനയിലെത്തി. ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇവനെ ക്രൂശിക്കുക. പീലാത്തോസ് തിരിച്ചു പറഞ്ഞു, റോമൻ നിയമപ്രകാരം ദൈവദൂഷണം മരണശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമല്ല. അതിന് ചാട്ടവാറുകൾ ഉപയോഗിച്ച് 50 അടിയാണ് ഞാൻ നിർവഹിക്കുന്ന ശിക്ഷ. അത് കഴിഞ്ഞ് ഈ മനുഷ്യനെ ഞാൻ വിട്ടയക്കും. പക്ഷേ ജനമിളകി മറിഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ യേശുവിനെ യഹൂദന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് പീലാത്തോസ് ചെയ്തത്. 3-ാം മണിക്കൂറിൽ ഈശോ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തലചായ്ച്ചു. അതോടുകൂടി 6-ാം മണിക്കൂർ വരെ ഭൂമിയിൽ അന്ധകാരം പടർന്നു. ആകാശത്തിൽ ഇടിമിന്നലുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുകയും ചെയ്തു. ജനങ്ങൾ പേടിച്ച് വിറച്ച് നാനാഭാഗങ്ങളിലേക്കും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ജെറുസലം ദേവാലയത്തിലെ തിരശ്ശീല അഗ്നിക്കിരയായി. ആനവാതിലിന്റെ സാക്ഷ, അതായത് 7 താക്കോലിട്ട് പൂട്ടുന്ന പൂട്ട് മൊത്തമായും നശിച്ചുപോയി. ഇതെല്ലാം കണ്ട കയ്യാഫാസിന്റെ ഉള്ളിലും ഭയം രൂപം കൊണ്ടു. ആ മനുഷ്യൻ നീതിമാനായിരുന്നു, ജനം മുഴുവനും വിളിച്ചു പറയുന്നു. അവിടെ വെച്ചാണ് ആ മനുഷ്യന്റെ അധപതനം തുടങ്ങിയത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് പ്രധാന പേടകം നോക്കുവാൻ യൂതന്മാർക്ക് ഭയമായിരുന്നു. അതിനാൽ ആരും തന്നെ ദേവാലയത്തിൽ പ്രവേശിച്ചതുമില്ല. അവിടം മ്ലാനമൂകത തളം കെട്ടി നിന്നു. ആ സമയത്തായിരുന്നു കയ്യാഫാസ് പ്രധാന പുരോഹിതനായി സ്ഥാനമേറ്റത്. ആദ്യം ചെയ്തത് പ്രധാന വാഗ്ദത്ത പേടകത്തിന്റെ മുന്നിലെ തിരശ്ശീല ഉണ്ടാക്കുക എന്നതായിരുന്നു. കാറ്റിൽ പോലും കൊടുങ്കാറ്റിൽ പോലും ചലിക്കാത്ത അത്രയും കട്ടിയുള്ള തിരശ്ശീല ഉണ്ടാക്കുവാൻ പല നെയ്ത്തുകാരും മുന്നോട്ട് വന്നെങ്കിലും ആർക്കും അത് മുഴുവനാക്കുവാൻ സാധിച്ചില്ല. അതുപോലെ ആനവാതിലിന്റെ പൂട്ടും ആശാരിമാർ വന്ന് ഒരുവിധം പൂട്ടുവെച്ചിട്ട് പോകും. നേരം വെളുക്കുമ്പോൾ വാതിൽ നെടുകെ തുറന്നു കിടക്കും. അതും കയ്യാഫാസിൽ ഭീതി ജനിപ്പിച്ചു. ദേവാലയത്തിലുണ്ടായ സംഭവങ്ങൾ മുഴുവൻ യൂതന്മാരിൽ ഭയം ജനിപ്പിച്ചു. ദൈവത്തിന്റെ പേര് പോലും കേൾക്കുന്നത് യൂതന്മാർക്ക് ഭയമായിരുന്നു. അപ്പോൾ വാഗ്ദത്ത പേടകം നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടാൽ കാഴ്ച നഷ്ടപ്പെടും എന്ന ധാരണ അവരുടെ തങ്ങി നിന്നു. അതോടെ ദേവാലയത്തിൽ ആരും വരാതെയായി. ഈ ഭയം ജനങ്ങളിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കണമെന്ന ചിന്തയോടുകൂടെയാണ് കയ്യാഫാസ് ഉറക്കറയിൽ പ്രവേശിച്ചത്. ഉറക്കത്തിലേക്ക് ഒന്ന് വഴുതി വീണതേയുള്ളൂ. അതാ മുന്നിൽ ശിരസിൽ മുൾക്കിരീടവും ദേഹമാസകലം രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന യേശു. തൻ്റെ നേർക്ക് കൈകൾ നീട്ടി ആണിപ്പഴുതിലൂടെ രക്തം അവന്റെ മുഖത്തേക്ക് ചീറ്റി വീണു. ഒരലർച്ചയോടെ കയ്യാഫാസ് ചാടി എഴുന്നേറ്റു. ഉച്ചത്തിൽ അലറിക്കൊണ്ട് കൊട്ടാരത്തിന്റെ പുറത്തേക്ക് ഓടി. കാവൽക്കാർ തടയുവാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞില്ല. പിന്നെ പടയാളികളുടെ സഹായത്തോടെ കിടപ്പറയിലെത്തിച്ചു. വൈദ്യശ്രേഷ്ഠന്മാരുടെ സഹായത്തോടെ മയക്കി കിടത്തി. അതോടെ വട്ടനായ പുരോഹിതൻ എന്ന പേരും കൂടി കയ്യാഫാസിന് വന്നു. വാഗ്ദത്ത പേടകം നമ്മുടെ പൂർവികന്മാർ ചുമന്നുകൊണ്ടാണ് ഇവിടെ എത്തിച്ചത്. അത് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചതും ആ മനുഷ്യർ തന്നെ. അതുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് പേടകത്തെ കാണുന്നതിലും തെറ്റില്ല. വട്ടനായ പുരോഹിതന്റെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചതേയില്ല. എങ്കിലും ചിലർ അകത്ത് കിടന്ന് അവർക്ക് ഒന്നും സംഭവിച്ചില്ല. പതിയെ ദേവാലയത്തിൽ ജനങ്ങൾ വന്നു ചേരുവാനും തുടങ്ങി. അതോടെ സെനറ്റ് കൂടി പുതിയൊരു നിയമം പാസാക്കി. വീണ്ടും ദേവാലയത്തിൽ നാണയമാറ്റവും ബലിവസ്തുക്കളുടെ വിൽപ്പനയും നടത്താമെന്ന് തീരുമാനിച്ചു. അതോടെ ജനങ്ങളെതിരായി. അതിനായി ഒരു ന്യായീകരണ പ്രസംഗവുമായി കയ്യാഫാസ് പ്രസംഗപീഠത്തിലെത്തി. ജനം പ്രസംഗിക്കുവാൻ സമ്മതിച്ചില്ല. അതൊന്നും വകവയ്ക്കാതെ പ്രധാന പുരോഹിതൻ ഉച്ചത്തിൽ ആരംഭിച്ചു. ജനം പുരോഹിതന്റെ നേർക്ക് കല്ലുകൾ വലിച്ചെറിയുവാൻ തുടങ്ങി. പിൻവാതിലിലൂടെ കയ്യാഫാസ് ഓടി രക്ഷപ്പെട്ടെങ്കിലും പുറകെ ജനവും ഓടി. ഒരു കണക്കിന് ആരും കാണാതെ ബെൻഹീനോ എന്ന താഴ്വരയിലെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. മനം മടുക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു താഴ്വരയായിരുന്നു അത്. കയ്യാഫാസ് പുറത്തിറങ്ങിയതേയില്ല. ആരെങ്കിലും കണ്ടാൽ തൻ്റെ കാര്യം അധോഗതി. നല്ല തണുപ്പുള്ളതിനാൽ ക്ഷീണം അവനെ ഉറക്കത്തിലേക്ക് ആഴ്ത്തി. നല്ല ഉറക്കത്തിൽ ആ സ്വപ്നം വീണ്ടും വന്നു. തന്നെ തളർത്തുന്ന സ്വപ്നം. ഈശോ മുന്നിൽ തൻ്റെ നേരെ കൈകൾ നീട്ടി നിൽക്കുന്നു. പതിവ് പോലെ ആണിപ്പഴുതിലൂടെ രക്തം അവൻ്റെ മുഖത്തേക്ക് ചീറ്റി വീണു. ചാടി എഴുന്നേറ്റ് കയ്യാഫാസ് ഭ്രാന്തനെ പോലെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി.
ഓടിയെത്തിയത് ഒരു മരച്ചുവട്ടിലായിരുന്നു. തല കുമ്പിട്ട് അനങ്ങാതെ അവിടെ ഇരുന്നു. സ്ഥലകാല ബോധം വന്നപ്പോൾ അവൻ തല ഉയർത്തി നോക്കി. ഞെട്ടിപ്പോയി. മരത്തിൽ നിന്നും നീണ്ടുകിടക്കുന്ന കൂർത്ത മുള്ളുകളുള്ള ഒരു വള്ളി. യേശുവിൻ്റെ ശിരസിൽ അണിയിച്ച മുൾക്കിരീടം ഈ വള്ളിയിൽ നിന്നും തന്നെയല്ലേ അതുണ്ടാക്കിയത്? അതും താൻ കൽപ്പിച്ച പ്രകാരം. ജീവിതം അടുത്തു. തൻ്റെ ജീവിതം വൃഥാവിലായി. അവൻ അള്ളിപ്പിടിച്ച് മരത്തിൻ്റെ മുകളിലെത്തി. അരപ്പട്ട അഴിച്ച് ഒരറ്റം കഴുത്തിലും മറ്റേ അറ്റം മരത്തിലും. നീതിമാനെ മാപ്പ്. പിന്നെ ജീവൻ പൊലിയുവാൻ അരനാഴിക നേരം മാത്രം.